Dear students, we have already gone through the areas leadership, features of leadership, qualities of leaders, then next leadership styles, etc. Today we are discussing the area leadership theories. The leadership theories can be mainly categorized as trait theories, behavior theories and contingency theories. In case of trait theory, it believes that an effective leader is the person with some leadership traits or qualities. ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ട്രെയ്റ്റുകളുള്ള വ്യക്തിയാണ് ഏറ്റവും നല്ല ലീഡർ എന്ന് പറയുന്ന തിയറിയാണ് ട്രെയ്റ്റ് തിയറി. In case of behavior theory, it believes that the behavior of the leader make him effective. An effective leader is the person with some good behaviors. നല്ല ബിഹേവിയേഴ്സ് ഉള്ള ലീഡർഷിപ്പ് ബിഹേവിയേഴ്സ് ഉള്ള വ്യക്തിയാണ് ഇഫക്റ്റീവ് ലീഡർ എന്ന് പറയുന്ന തിയറിയാണ് ബിഹേവിയർ തിയറി. ആൻഡ് കണ്ടിജൻസി തിയറി ബിലീവ്സ് ദാറ്റ് ആൻ ഇഫക്റ്റീവ് ലീഡർ ഇസ് ദ പേഴ്സൺ ഹു ഡീൽ വിത്ത് കണ്ടിൻജൻസീസ് ഇഫക്റ്റീവ്ലി. ഒരു പ്രത്യേക സിറ്റുവേഷൻ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സാഹചര്യത്തെ നന്നായി ഡീൽ ചെയ്യുന്ന വ്യക്തിയാണ് ഇഫക്റ്റീവ് ലീഡർ എന്ന് പറയുന്ന തിയറിയാണ് കണ്ടിൻജൻസി തിയറി എന്ന് പറയുന്നത്. ദീസ് ആർ ദ ത്രീ കാറ്റഗറീസ് ഓഫ് തിയറീസ്. ട്രേറ്റ് തിയറീസ് ആർ ഓൾസോ കോൾഡ് മാൻ തിയറീസ്. ട്രേറ്റ് മീൻസ് ക്വാളിറ്റി. ലീഡർഷിപ്പ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി. This theory of studying leadership is taken into consideration to analyze the personal, psychological and physical traits of strong leaders. അപ്പോൾ ഈ തിയറി പ്രകാരം ഒരു നല്ല ലീഡറുടെ ഫിസിക്കൽ, പേഴ്സണൽ, അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള ട്രെയ്റ്റുകൾ, ക്വാളിറ്റീസ്, കഴിവുകൾ ഇതിനെക്കുറിച്ചാണ് അനലൈസ് ചെയ്യുന്നത്. ദ ലീഡർഷിപ്പ് ട്രെയ്റ്റ്സ് മൈറ്റ് ഇൻക്ലൂഡ് ലീഡർഷിപ്പ് ട്രെയ്റ്റ്സ് എന്നത് ഉദ്ദേശിക്കുന്നത് ഇൻ്റലിജൻസ്, assertiveness, above average height, self-confidence, initiative, understanding of interpersonal human relations. These are some of the qualities. So this theory studies leadership in terms of certain traits. അതായത് ഒരു ഇഫക്റ്റീവ് ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലീഡർഷിപ്പ് ട്രെയ്റ്റുകളുള്ള ആളാണ്. അപ്പോൾ ലീഡർഷിപ്പ് ട്രെയ്റ്റുകൾ ഉണ്ടെങ്കിൽ, അതിനുള്ള ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ദ ലീഡർ വിൽ ബി ഓട്ടോമാറ്റിക്കലി ഇഫക്റ്റീവ് എന്നാണ് ഈ തിയറിയുടെ സാരം. സെക്കൻഡ് തിയറി ഈസ് ബിഹേവിയർ തിയറീസ്. ബിഹേവിയർ തിയറി സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയ്റ്റുകളിലല്ല, കഴിവുകളിലല്ല അല്ലേ. ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, ആ ക്വാളിറ്റീസ് ഉണ്ടായിട്ട് കാര്യമില്ല. ലീഡർ ഈസ് ഇഫക്റ്റീവ് ഇഫ് ഹി ഹാസ് ഗുഡ് ബിഹേവിയർ അല്ലേ. എല്ലാ നോളേജും എല്ലാ കഴിവുണ്ടായിട്ട് കാര്യമില്ല, അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാൻ കഴിയുമ്പോഴാണ് ലീഡർ ഇഫക്റ്റീവ് ആവുക എന്നതാണ് ബിഹേവിയർ തിയറീസ് പറയുന്നത്. ദ ബിഹേവിയർ തിയറി അസ്യൂംസ് ദാറ്റ് ഇഫക്റ്റീവ് ലീഡേഴ്സ് ബിഹേവ് ഡിഫറൻ്റ്ലി ഫ്രം ഇൻഇഫക്റ്റീവ് ലീഡേഴ്സ് അല്ലെ. ഇൻഇഫക്റ്റീവ് ലീഡേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് ലീഡേഴ്സ് വളരെ വ്യത്യസ്തമായി ബിഹേവ് ചെയ്യും. ആ ബിഹേവിയറാണ് അവരെ ഇഫക്റ്റീവ് ആക്കുന്നത്. So the important behavior theory is Ohio State studies. This studies was conducted in Ohio State University. That is why it is called Ohio State studies. They identified two major kinds of leadership behaviors or styles. രണ്ട് തരം ലീഡർഷിപ്പ് സ്റ്റൈലുകളാണ് ഈ തിയറിയുടെ ഔട്ട്കം, ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡിയുടെ ഔട്ട്കം എന്ന് പറയുന്നത്. ആ രണ്ട് ലീഡർഷിപ്പ് സ്റ്റൈലുകൾ എന്ന് പറയുന്നത് ഒന്ന് ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ ബിഹേവിയർ, സെക്കൻഡ് വൺ കൺസിഡറേഷൻ ബിഹേവിയർ. ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ ബിഹേവിയർ, ദ ലീഡർ ക്ലിയർലി ഡിഫൈൻസ് ദ ലീഡർ സബോർഡിനേറ്റ് റോൾ. ഹി എസ്റ്റാബ്ലിഷ് ഫോർമൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിറ്റർമിൻസ് ഹൗ ടാസ്ക് വിൽ ബി പെർഫോംഡ്. എന്താണ് ജോലി, ആരാണ് ചെയ്യേണ്ടത്, കമ്മ്യൂണിക്കേഷൻ ലൈൻ ഏതാണ്, സബോർഡിനേറ്റിൻ്റെയും സുപ്പീരിയറിൻ്റെയും റോൾ എന്താണ്, ഇത്തരം എല്ലാ കാര്യങ്ങളും ഈ ലീഡറുടെ ഭാഗത്ത് നിന്നാണ് ഇനീഷ്യേഷൻ ഉണ്ടാവുക. ഹി വിൽ ഇനീഷ്യേറ്റ് ദ സ്ട്രക്ചർ. whereas in case of second style, consideration behavior, he gives more importance to people, that is concerns for subordinates, feeling, ideas, etc. ആളുകളുടെ ബിഹേവിയറിന്, ഹ്യൂമൻ റിലേഷൻഷിപ്പിന്, ഹ്യൂമൻ
ഈ കൺസിഡറേഷൻ കൊടുക്കുന്ന സബോർഡിനേറ്റിൻ്റെ ഫീലിങ്സ്, ഇമോഷൻസ്, ഐഡിയാസ് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് നൽകുന്ന സ്റ്റൈലാണ് കൺസിഡറേഷൻ ബിഹേവിയർ. സോ ഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡിയുടെ പ്രത്യേകത, ഇറ്റ് കൺസിഡേഴ്സ് 2 ലീഡർഷിപ്പ് സ്റ്റൈൽസ്, ദാറ്റ് ഈസ് ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ ആൻഡ് കൺസിഡറേഷൻ. ദെൻ നെക്സ്റ്റ് ഈസ് കണ്ടിൻജൻസി തിയറീസ്. കണ്ടിൻജൻസി, സിറ്റുവേഷണൽ തിയറീസ് അല്ലേ. ഈ തിയറി പറയുന്നത് ട്രേറ്റുകൾ ഉണ്ടായിട്ട് കാര്യമില്ല, ബിഹേവ് ചെയ്യാൻ അറിഞ്ഞിട്ട് കാര്യമില്ല, പകരം ഇഫക്റ്റീവ് ലീഡർ ഈസ് വൺ ഹു ബിഹേവ്സ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ അല്ലേ. ഒരു കണ്ടിൻജൻസി വന്നു കഴിഞ്ഞാൽ ആ കണ്ടിൻജൻസിയെ ഇഫക്റ്റീവായി ലീഡ് ചെയ്യുന്ന വ്യക്തിയാണ് ഇഫക്റ്റീവ് ലീഡർ എന്നുള്ളതാണ് കണ്ടിൻജൻസി തിയറി പറയുന്നത്. ദ മെയിൻ അസംഷൻ ഓഫ് കണ്ടിൻജൻസി തിയറി ഈസ് ദാറ്റ് ബിഹേവിയർ of a leader, of an appropriate leader varies from one situation to another. ഒരു ഇഫക്റ്റീവ് ലീഡർ സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന ആളാണ്. ദ ഇമ്പോർട്ടൻ്റ് കണ്ടിൻജൻസി തിയറീസ് ഇൻക്ലൂഡ് LPC തിയറി, ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ സ്റ്റൈൽ തിയറി, പാത്ത് ഗോൾ തിയറി, മാനേജീരിയൽ ഗ്രിഡ് തിയറി എക്സെട്ര. The LPC model, that is least preferred coworker model, it was suggested by Fred E. Fiedler. Fiedler has identified 2 types of leadership styles. 2 തരം ലീഡർഷിപ്പ് സ്റ്റൈലുകളാണ് ഫീഡ്ലർ ഐഡൻറ്റിഫൈ ചെയ്തത്: ടാസ്ക് ഓറിയൻറ്റേഷൻ, റിലേഷൻഷിപ്പ് ഓറിയൻറ്റേഷൻ. Fiedler believes that a leader's tendency to be task oriented or relationship oriented remains constant. ലീഡേഴ്സ് എപ്പോഴും ഒന്നുകിൽ ടാസ്ക് ഓറിയൻറ്റഡ് ആവും, അല്ലെങ്കിൽ പീപ്പിൾ ഓറിയൻറ്റഡ് ആവും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആവും. ആ ഒരു ടെൻഡൻസി ഒരു വ്യക്തിയിൽ എല്ലായ്പ്പോഴും നിലനിൽക്കുന്നതാണ്. അക്കോർഡിംഗ് ടു ഫീഡ്ലർ, ദ കണ്ടിൻജൻസി ഫാക്ടർ ഫേവേഴ്സ് ദ സിറ്റുവേഷൻ ഫ്രം ദ ലീഡേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. ദിസ് ഫാക്ടർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ലീഡർ മെമ്പർ റിലേഷൻ, ടാസ്ക് സ്ട്രക്ചർ, പൊസിഷൻ, പവർ എക്സെട്ര. എപ്പോഴും ആളുകളിൽ ടാസ്ക് ഓറിയൻറ്റേഷൻ, പീപ്പിൾ ഓറിയൻറ്റേഷൻ ഉണ്ടാകും, പക്ഷേ സിറ്റുവേഷൻ, ആ സിറ്റുവേഷനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, ഇതാണ് ലീഡറിനെ ഇഫക്റ്റീവ് ആക്കുക. അപ്പോൾ ഈ ലീഡർ മെമ്പർ റിലേഷൻഷിപ്പ്, ടാസ്ക് സ്ട്രക്ചർ, പൊസിഷൻ, പവർ, ഇതൊക്കെ ആണ് ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ്. അനദർ തിയറി ഈസ് പാത്ത് ഗോൾ തിയറി ഓഫ് ലീഡർഷിപ്പ്. പാത്ത് ഗോൾ തിയറി. മാർട്ടിൻ ഇവാൻസ് ആൻഡ് റോബർട്ട് ഹൗസ് contributed this theory. Leaders can motivate subordinates by making clear what they have to do to get reward they desire. നല്ല ലീഡേഴ്സ് സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക, സബോർഡിനേറ്റ്സിന് കൃത്യമായി റിവാർഡ് കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കലാണ് അല്ലേ. പാത്ത് ഗോൾ തിയറി പറയുന്നത് ലീഡേഴ്സ് എപ്പോഴും എന്ത് ചെയ്യണം, ഒരു നല്ല ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കണം, മാത്രമല്ല ആ ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നുള്ള വഴി കൂടി പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ രണ്ടുമുണ്ടെങ്കിൽ സബോർഡിനേറ്റ്സ് വിൽ ബി ഗോട്ട് മോട്ടിവേറ്റഡ്. ദ മോഡൽ ഐഡൻറ്റിഫൈഡ് 4 കൈൻഡ്സ് ഓഫ് ലീഡർ ബിഹേവിയേഴ്സ്. 4 തരം ലീഡർഷിപ്പ് ബിഹേവിയേഴ്സാണ് ഈ മോഡൽ പറയുന്നത്: ഡയറക്റ്റീവ്, സപ്പോർട്ടീവ്, പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ്. ഡയറക്റ്റീവ് എപ്പോഴും ഇൻസ്ട്രക്ഷൻ നൽകുന്ന ടൈപ്പ് ലീഡർ. സപ്പോർട്ടീവ് അല്ലേ, സബോർഡിനേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സ്. പാർട്ടിസിപ്പേറ്റീവ്, എംപ്ലോയീസിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കുന്ന ലീഡേഴ്സ്. ആൻഡ് അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ്. ഇങ്ങനെ 4 ലീഡർഷിപ്പ് സ്റ്റൈലുകൾ ഈ തിയറി പറയുന്നുണ്ട്. ദെൻ മാനേജേഴ്സ് ക്യാൻ അഡ്ജസ്റ്റ് ദെയർ ബിഹേവിയർ ടു ഇൻക്ലൂഡ് എനി ഓഫ് ദ 4 കൈൻഡ്സ് ഓഫ് ബിഹേവിയേഴ്സ്. ഈ ഏത് ടൈപ്പ് ലീഡർ ബിഹേവിയർ ഇൻക്ലൂഡ് ചെയ്യാനും മാനേജേഴ്സിന് അവരുടെ ബിഹേവിയേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ദ നെക്സ്റ്റ് തിയറി ദാറ്റ് വി ഡിസ്കസ് ഈസ് managerial grid theory. This theory was suggested by Blake and Moulton, Dr. Robert R. Blake and Dr. Jane Srigley Moulton. In short form, Blake and Moulton. There is a relation between manager's concern for people and concern for production and his motivation. കൺസേൺ ഫോർ പീപ്പിൾ, കൺസേൺ ഫോർ പ്രൊഡക്ഷൻ, ഈ 2 വേരിയബിൾസും മോട്ടിവേഷനും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ആൻഡ് ദിസ് തിയറി കാറ്റഗറൈസസ് ലീഡേഴ്സ് ഇൻ ടു വൺ ഓഫ് ദി 8
81 possible categories. 81 കാറ്റഗറി പോസിബിൾ കാറ്റഗറിയാണ് ഈ സ്റ്റൈൽ സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് സജസ്റ്റ് 5 ലീഡർഷിപ്പ് സ്റ്റൈൽസ്. 5 തരം ലീഡേഴ്സ് ഉണ്ട്. അതുപോലെ 81 പോസിബിലിറ്റീസ് ആണ് ഈ തിയറി സജസ്റ്റ് ചെയ്യുന്നത് ബൈ കൺസിഡറിങ് the 2 variables, that is concern for production and concern for people. This is the managerial grid. Managerial grid theory പ്രകാരം ഒരു managerial grid ആണ് സജസ്റ്റ് ചെയ്യുന്നത്. So as per this theory there are 2 variables considered here, that is concern for production and concern for people. But this is the one variable, concern for people. This is another variable, concern for production. And these variables can be in various quantities, that is low concern for people and high concern for people. And low to high may be from 1 to 9. If lesser concern for people is given, it can be taken as 1. And if it is the very high concern, it is numbered as 9. So there are 2 variables considered, concern for people and concern for production, and it may be high concern and low concern. By finding this, there are 81 variables, that is 9 into 9, 81 variables. So 81 possibilities of leadership are there, and the leadership styles are categorized into 5. The first one is team management leader. In case of team management leader, it is also termed as 9-9 style. 9-9 style means high concern for production and high concern for people. So 9 into 9, that is why it is called 9-9 style. So this leader gives high importance to both people and production. Then second category is impoverished leader. Impoverished, it gives low importance to task and low importance to production. That is 1-1 style. Lesser importance is given to both task and people. Then next one is country club leader. Country club leader or country club management, in case of this style we will refer it as a 1-9 style. 1-9 style means here in x-axis it is low concern for production, x-axis concern for production is low, and concern for people is very high. So 1-9 style. And the next one is task management leader. In case of task management leader, he gives high importance to task and low importance to people. That is why it is called a 9-1 style. Okay, then there is one more item, that is 5-5 style. He is considering task, people, etc. on an average basis. That is why it is called 5-5 style. So as per managerial grid theory, there are 5 styles of leadership in 81 possibilities. These are the important leadership theories. Okay, thank you very much.